ഹായ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അത് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ തിരഞ്ഞെടുക്കുമ്പം അതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, what are the different characteristics of a transducer? അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ the performance characteristics of a transducer are key in selecting the best suitable transducer for a particular design. സോ നമ്മളൊരു സെൻസർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഡ്യൂസർ ഒക്കെ വെച്ചിട്ട് ഒരു കോമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു യൂണിറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസറിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്ഥലത്തേക്കും നമ്മൾ ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട്, അതിൻ്റെ ആക്യുറസി, അതിൻ്റെ പെർഫോമൻസ്, അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഫോർ പ്രോപ്പർ സെലക്ഷൻ. സോ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളൊരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായിരുന്നു, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ performance characteristics of a transducer can be further classified into two types. നമുക്കിതിനെ രണ്ട് ടൈപ്പായിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോ സ്റ്റാറ്റിക് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പെർഫോമൻസ് ക്രൈറ്റീരിയ ദാറ്റ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ സ്റ്റാറ്റിക് കാലിബ്രേഷൻ. സോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ട്രാൻസ്ഡ്യൂസറിന്. അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാറ്റിക് കാലിബ്രേഷൻ വഴിക്കാണ് അത് നിർണ്ണയിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനാണ് എന്ത് പറയുക, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിക് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ ചേഞ്ചിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നിർണ്ണയിച്ചെടുക്കുക. ഉദാഹരണത്തിന് സെൻസിറ്റിവിറ്റി, ആക്യുറസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്യുറസി, ലീനിയറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, അങ്ങനത്തെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. സോ ഇതൊരു ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്ലോ ചേഞ്ചിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഉൾപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഡൈനാമിക് എന്നുള്ള വേർഡ് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരു ഭയങ്കര ചേഞ്ചിങ് ഉള്ള സിറ്റുവേഷനാണ് നമ്മൾ പറയുക ഡൈനാമിക് എന്ന് പറയുന്നത് സാധാരണ. സോ ദ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ റിലേറ്റ് ടു ഇറ്റ്സ് പെർഫോമൻസ് വെൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. നമ്മൾ ഓരോ ടൈമിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിനാണ് എന്ത് പറയുക, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ ഒരു മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ടി എന്നുള്ള ടൈമിൽ ഞാൻ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞു. പിന്നെ T+X എന്നുള്ള വേറെ ടൈമിൽ അഗെയിൻ സെയിം ഡിവൈസ് വെച്ചിട്ട് ഞാൻ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചേഞ്ച് വരും. ബാക്കിയുള്ള എല്ലാ സർക്കംസ്റ്റാൻസും സെയിം ആണെങ്കിൽ പോലും ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനാണ് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത്. സോ ടൈമിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പെർഫോമൻസിൽ നിന്നുണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയുക ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ബ്രോഡായിട്ടുള്ള രണ്ട് കാറ്റഗറീസ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു എസ്സേ ആയിട്ട് വരെ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ട്രാൻസ്ഡ്യൂസർ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്ത് വെക്കുക, അതിൻ്റെ ഡെഫിനിഷനും ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആക്യുറസി.
So it is defined as the closeness with which the reading approaches an acceptable standard value or ideal value or true value of the variable being measured. സോ ആക്യുറസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ആ പേരിന് തന്നെ അറിയാം, ആക്യുറേറ്റ് ആയിരിക്കണം. ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഫിനോമിന അതെന്തായിരിക്കണം, നമുക്ക് ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ എന്തുണ്ടാകണം, ആ റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് ശരിക്കുള്ള മെഷർമെൻറ്റ് എത്രയാണ്. അപ്പം ഒരു ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ഡിവൈസ്, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് വിചാരിക്കാം. അത് ടെമ്പറേച്ചർ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ തന്നെ നമുക്ക് എക്സാക്ട്ലി കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സപ്പോസ് ഒരു 20 ഡിഗ്രി ഉള്ള സ്ഥലത്ത് അത് 0 ഡിഗ്രി കാണിക്കുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആക്യുറേറ്റ്. ഒരു 20 ഉള്ളത് ചെറിയ ഫ്രാക്ഷൻ ഓഫ് വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, എന്നാലും ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്. അതാണ് ദ റീഡിംഗ് അപ്രോച്ചസ് ആൻഡ് ആക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് വാല്യൂ. ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു പരിധി വരെയൊക്കെ, അത് നമുക്ക് ടോളറേറ്റ് ചെയ്താലും ഇറ്റ് ഷുഡ് ബി ആൻ ആക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് വാല്യൂ. നമ്മൾ എടുക്കുന്ന റീഡിംഗ് എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അതാണ് ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞത്, ആക്യുറസി. ഓക്കെ, സോ റീഡിംഗ് ഷുഡ് ബി ആക്യുറേറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ, അല്ലെങ്കിൽ അത് വേസ്റ്റാണ്. രണ്ടാമത്തത് റഗ്ഗഡ്നെസ്. റഗ്ഗഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഡ്യൂസർ ഷുഡ് ബി മെക്കാനിക്കലി റഗ്ഗഡ് ടു വിത്ത്സ്റ്റാൻഡ് ഓവർലോഡ്. നമ്മൾ സാധാരണ ഒരു ട്രാൻസ്ഡ്യൂസർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പം ഇൻപുട്ട്സ് ഭാഗത്ത് ഓവർലോഡ് വരാനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഓവർലോഡ് വന്നാലും ഇതെന്ത് ചെയ്യണം, ആ ഡിവൈസ് അല്ലെങ്കിൽ ആ ട്രാൻസ്ഡ്യൂസർ അതിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി അതിനുണ്ടാവണം. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് എ ഓവർലോഡ് പ്രൊട്ടക്ഷൻ. സോ ഇൻപുട്ട് ഭാഗത്ത് എന്തെങ്കിലും ഓവർലോഡ് വന്നാലും അത് ക്രാക്ക് ആവാതെ അല്ലെങ്കിൽ കേടാവാതെ ആ ട്രാൻസ്ഡ്യൂസർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനത്തെ തന്നെയാണ് നമ്മൾ ഇത് പറയാം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുക, റഗ്ഗഡ്നെസ്. സോ ഒരു ട്രാൻസ്ഡ്യൂസർ മസ്റ്റ് ബി എ റഗ്ഗഡ് ഇൻ ദ സെൻസ് ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓവർലോഡ് ഇൻപുട്ട്. അല്ലെങ്കിൽ ഓവർലോഡ് നമ്മൾ ഇൻപുട്ട് ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ അത് മെഷീൻ കേടാവാതെ, ട്രാൻസ്ഡ്യൂസർ കേടാവാതെ അതിനെ ഓവർകം ചെയ്യാൻ അതിന് പറ്റണം. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസറിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. ദെൻ മൂന്നാമത്തത് ലീനിയാരിറ്റി. സോ ലീനിയാരിറ്റി എന്ന് നിങ്ങൾക്കറിയാം, ലീനിയർ കർവൊക്കെ ഉണ്ടാവും. ദി ഔട്ട്പുട്ട് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ ഷുഡ് ബി ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി അണ്ടർ മെഷർമെൻറ്റ്. സോ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലൊരു ലീനിയർ പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം എന്നാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ലീനിയർ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, കൂടുതൽ പറയുന്നില്ല, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ട്രാൻസ്ഡ്യൂസറിൻ്റെ. അതാണ് തേർഡ് പ്രോപ്പർട്ടി. ദെൻ ഫോർത്ത് വണ്ണിൽ പോവാണ് റിപ്പീറ്റബിലിറ്റി. സോ എന്താ റിപ്പീറ്റബിലിറ്റി? ദി ഔട്ട്പുട്ട് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ മസ്റ്റ് ബി എക്സാക്ട്ലി ദ സെയിം അണ്ടർ സെയിം എൻവിറോൺമെൻറ്റ് കണ്ടീഷൻ വെൻ ദ സെയിം ക്വാണ്ടിറ്റി ഈസ് അപ്ലൈഡ് ആസ് ദി ഇൻപുട്ട് റിപ്പീറ്റഡ്ലി. സോ അതായത് ഞാൻ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഡ്യൂസറിന് ഒരു ഇൻപുട്ട് ഭാഗത്ത് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ, എൻവയറമെൻറ്റ് കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. സെയിം ഇൻപുട്ട് ഡിഫറെൻറ്റ് സമയത്ത് കൊടുത്താലും അതെന്തായിരിക്കണം, തരുന്ന ഔട്ട്പുട്ട് എക്സാക്ട്ലി സെയിം ആയിരിക്കണം. ഓക്കെ, അതാണ് റിപ്പീറ്റബിലിറ്റി പറയുന്നത്. അതായത് ഓരോ സമയത്ത് കൊടുക്കുമ്പോൾ അതെന്തായത് വേറെ വേറെ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, അണ്ടർ ദി സെയിം എൻവിറോൺമെൻറ്റൽ കണ്ടീഷനാണ്. അതായത് എൻവിറോൺമെൻ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ അഗൈൻ ഇൻപുട്ടും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴൊക്കെയാണോ ഈ സിറ്റുവേഷൻ വരുന്നത് അപ്പോഴെല്ലാം ഇത് ഔട്ട്പുട്ട് എന്തായിരിക്കണം, നമുക്ക് എന്താണോ ഒരു വട്ടം കിട്ടിയത് അതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് റിപ്പീറ്റബിലിറ്റി പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഹൈ ഔട്ട്പുട്ട്. So the transducer should give reasonably high output signal so that it can be easily processed and measured. സോ അത് നമുക്ക് സാധാരണ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യണം, ചെറിയൊരു ഇൻപുട്ട് ആണെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്തുണ്ടാക്കണം, ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് കിട്ടണം. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ദ ഔട്ട്പുട്ട് മസ്റ്റ് ബി മച്ച് ലാർജർ ദാൻ നോയ്സ്. സോ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് മെഷർ ചെയ്ത് കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്ത ഇൻപുട്ടും പ്ലസ് നോയ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് വെച്ചാൽ ഔട്ട്പുട്ട്, അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് പ്രൊപ്പോർഷനായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഡിവൈസിൻ്റെ നോയ്സിനെക്കാട്ടിൽ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. അതിനാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഹൈ ഔട്ട്പുട്ട് വേണം എന്ന് നമ്മൾ പറയുന്നത്. കാരണം നോയ്സിനെക്കാട്ടിലും എബോവ് നിൽക്കണം എന്ത്,
ഈ പർട്ടിക്കുലർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. സോ നൗ ഡേയ്സ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഈസ് പ്രിഫേർഡ് ഇൻ മെനി ആപ്ലിക്കേഷൻസ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 2 ടൈപ്പിൽ ട്രാൻസ്ഡ്യൂസറിലെ ഡിജിറ്റലും അനലോഗും ഉണ്ട്. സോ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൈ സ്റ്റേബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. The output of the transducer should be highly stable and reliable so that there will be minimum error in measurement. So എന്താ പറയുന്നത്, നമ്മളെ ഈ ട്രാൻസ്ഡ്യൂസർ ഹൈലി സ്റ്റേബിൾ ആയിരിക്കണം അല്ലെങ്കിൽ റിലയബിൾ ആയിരിക്കണം അല്ലേ. കാരണം അവിടെ എറേഴ്സും മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന എറേഴ്സ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന എറേഴ്സ് മിനിമം ആയിരിക്കണം. The output must remain unaffected by environmental conditions such as change in temperature, pressure, etc. സോ അതായത് ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, എൻവിറോൺമെൻറ്റ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിപ്പോയത്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ട്രാൻസ്ഡ്യൂസർ, നമ്മളെ ഓട്ടോമാറ്റിക് ഡോറിൻ്റെ ട്രാൻസ്ഡ്യൂസർ അല്ലേ, അത് ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഹൈ സ്റ്റേബിലിറ്റി ആൻഡ് റിലയബിലിറ്റി എന്ന് പറയും. അങ്ങനെ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം? ഇപ്പം ചില സമയത്ത് 0 ഡിഗ്രിയുള്ള രാജ്യങ്ങളുണ്ട്, അവിടെ ഓട്ടോമാറ്റിക് ഡോർ വർക്ക് ചെയ്യുന്നില്ല ടെമ്പറേച്ചറിൽ എന്ന് വിചാരിച്ചാലോ, ഒരാൾ പോയി കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആവാതെ വരും അല്ലേ. അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അഗൈൻ ഈ സിസ്റ്റം ഫെയിലിയറാണ്, ആ ട്രാൻസ്ഡ്യൂസർ ഫെയിലിയറാണ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. സോ എ ട്രാൻസ്ഡ്യൂസർ മസ്റ്റ് ബി ഹൈലി സ്റ്റേബിൾ ആൻഡ് റിലയബിൾ. അത് ഏത് എൻവിറോൺമെൻറ്റ് കണ്ടീഷൻ അനുസരിച്ചും അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യരുത്, എൻവിറോൺമെൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് വാരി ചെയ്യരുത്. അതാണ് ഹൈ സ്റ്റേബിലിറ്റി ആൻഡ് റിലയബിലിറ്റി പറയുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി. സോ സെൻസിറ്റിവിറ്റി നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അത് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് സെൻസിറ്റിവിറ്റിയുടെ ബേസിക് ഐഡിയ, ഹൗ സെൻസിറ്റീവ് ഇറ്റ് ഈസ് അല്ലേ. The sensitivity of an electrical transducer is defined as the electrical output obtained per unit change in the physical parameter of the input quantity. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിൽ എത്ര വ്യത്യാസമുണ്ട് എന്തിന്, പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ. അതായത് ഫിസിക്കലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ അളക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു യൂണിറ്റ് ചേഞ്ച് ഒരു ഫിസിക്കൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടായാൽ അത് എത്രയാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുത്തുന്നത്, അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഫോർ എ ട്രാൻസ്ഡ്യൂസർ used for temperature measurement, sensitivity will be expressed in millivolt per degree Celsius അല്ലേ. 1 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ അത് ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമുക്ക് തരുന്നത് വിചാരിക്കുക, സപ്പോസ് അങ്ങനത്തെ ട്രാൻസ്ഡ്യൂസർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് എന്താണ്, അതിന് എക്സാമ്പിളാണ് 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് എൻവിറോൺമെൻറ്റിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടെ കുറേ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻ, അതായത് ഔട്ട്പുട്ട് നമ്മൾ വോൾട്ടേജിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എത്ര വേരിയേഷൻ വരുന്നു, അതൊരു എക്സാമ്പിളാണ്, ഒരു ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ്. അങ്ങനെ അളക്കുന്നതിനാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ആ ഡെഫിനിഷനാണ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അതായത് എൻവിറോൺമെൻറ്റിലുള്ള ഒരു ഫിനോമിനൻ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വാരി ചെയ്യുന്നു, അതിനാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ട്രാൻസ്ഡ്യൂസറിന് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. A high sensitivity is always desirable for a good transducer. ഇപ്പോൾ ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. കാരണം ചെറിയൊരു വ്യത്യാസം പോലും നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യണം, മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് വിളിക്കുള്ളൂ, ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുള്ളൂ. സോ സെൻസിറ്റിവിറ്റി ഷുഡ് ബി ഹൈ ഫോർ എ ഗുഡ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡൈനാമിക് റേഞ്ച്. So for a transducer, the operating range should be wide so that it can be used over a wide range of measurement conditions. അതായത് ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ അത് വർക്കിംഗ് റേഞ്ച് എന്തായിരിക്കണം, കുറച്ചധികം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ടെമ്പറേച്ചർ എടുക്കുന്ന സാധനം, ടെമ്പറേച്ചർ മെഷറിൻ്റെ ഡിവൈസ് എടുക്കുക, അത് 0 മുതൽ 10 ഡിഗ്രി വരെ മാത്രമാണ് ഒരു റേഞ്ച് എന്ന് വിചാരിക്കാം. അതേപോലെ -270 മുതൽ +270 ഡിഗ്രി സെൽഷ്യസ് വരെ അളക്കാനുള്ള ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഗുഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഈ ഹൈ റേഞ്ച് വരുന്നതാണ് അല്ലേ. കാരണം
മറ്റേതൊരു സ്മോൾ പോർഷൻ ഓഫ് എന്താ പറയുക ഫിനോമിന മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ഗുഡ് എന്ന് പറയില്ല. അതേസമയം -272 + 270 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അളക്കാൻ പറ്റുന്ന ഡിവൈസ് ആണെങ്കിൽ അത് ഗുഡ് ഡിവൈസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എ ഗുഡ് ട്രാൻസ്ഡ്യൂസർ ഷുഡ് ബി ഡൈനാമിക് റേഞ്ച്, അതായത് അതിൻ്റെ വർക്കിംഗ് റേഞ്ച് എന്തായിരിക്കണം? വൈഡ് ആയിരിക്കണം. ഒരുപാട് ഇൻപുട്ടിന് അതെന്ത് ചെയ്യണം? അത് മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റണം. അതിനെയാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. അതാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് സൈസ്. അതിൻ്റെ ഫിസിക്കൽ സൈസാണ്, ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫിസിക്കൽ സൈസാണ് ഇവിടെ പറയുന്നത്. ദ ട്രാൻസ്ഡ്യൂസർ ഷുഡ് ഹാവ് സ്മോളസ്റ്റ് പോസിബിൾ സൈസ് ആൻഡ് ഷേപ്പ് വിത്ത് മിനിമൽ വെയ്റ്റ് ആൻഡ് വോളിയം. ദിസ് വിൽ മേക്ക് ദ മെഷർമെൻറ്റ് സിസ്റ്റം വെരി കോമ്പാക്റ്റ്. ഇപ്പോൾ എന്താ അവിടെ പറയുന്നത്? നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ എടുത്താൽ അതിൻ്റെ സൈസും അതേപോലെ ഷേപ്പും വെയ്റ്റും വോളിയം ഒക്കെ എന്തായിരിക്കണം? ഏറ്റവും മിനിമം ആയിരിക്കണം. എന്നാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഇപ്പം ഓട്ടോമാറ്റിക് ഡോറിൻ്റെ എക്സാമ്പിൾ എടുക്കുക നിങ്ങൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കുന്ന ഡിവൈസ് എടുക്കുക. അതിൻ്റെ അകത്ത് വലിയൊരു സൈസിലുള്ള ഡിവൈസൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അക്കമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ സൈസും അതേപോലെ വോളിയം വെയ്റ്റും ഒക്കെ എന്തായിരിക്കണം? എത്രത്തോളം മിനിമം ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സൈസും വോളിയം വെയ്റ്റും എല്ലാം എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രോപ്പർട്ടിയാണത്. സോ size should be reduced for a good transducer. Okay, so next property, speed of response. So ഒരു പേര് കേട്ടാൽ തന്നെ അറിയാലോ, ആ ഡെഫിനിഷൻ അതിൽ തന്നെയുണ്ട്, പേരിൽ തന്നെയുണ്ട്. സ്പീഡ് ഓഫ് റെസ്പോൺസ് മീൻസ് നിങ്ങളുടെ ട്രാൻസ്ഡ്യൂസർ ഒരു ഇൻപുട്ട് കിട്ടി എത്ര പെട്ടെന്ന് അത് ഔട്ട്പുട്ട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട്. അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് അല്ലേ, റിഫ്ലക്റ്റിവിറ്റി എന്നൊക്കെ പറയും. സോ ഇറ്റ് ഈസ് ദ റാപ്പിഡിറ്റി with which the transducer responds to change in the measured quantity. The speed of response of a transducer should be as high as practicable. So ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോൺസ് തരുന്ന ട്രാൻസ്ഡ്യൂസറാണ് ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസറായിട്ട് നമ്മൾ കാണുന്നത്. സോ അതിൻ്റെ റെസ്പോൺസ് ഷുഡ് ബി ഹൈ ആസ് പ്രാക്ടിക്കൽ. നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി ഹൈ ആക്കാൻ പോസിബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫോമൻസ് റെസ്പോൺസ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ റെസ്പോൺസ് ടൈം വളരെ കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണം? അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. അങ്ങനത്തതിനെയാണ് നമ്മളൊരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് റെസ്പോൺസ് ടൈം മാക്സിമം കുറക്കുക, നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുക. അതാണ് റെസ്പോൺസ് ടൈം, സ്പീഡ് ഓഫ് റെസ്പോൺസ് മീൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിന് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ആയിട്ട് ഷുവറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻസും ഓരോ പോയിൻറ്റ്സും ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടും. ചിലപ്പോൾ കമ്പയർ ചെയ്യാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.